ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. അന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നതിൻ്റെ പാർട്ട് 2 ആണ്. പകുതി ബ്ലോഗ്സ് എല്ലാം ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് ചെയ്യാമെന്ന് കരുതി. സോ വെൽക്കം ബാക്ക്. ഓക്കെ, ബാസൽ സിറ്റിയിൽ നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെയാണ് പോയത്. വൈകിട്ട് പോയി അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. കളിക്കാനായിട്ട് നല്ല രസമായിരുന്നു, കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂസ് ആയിരുന്നു. നല്ല സൂപ്പറായിരുന്നു. ആ ഒരു പ്രദേശത്തൊക്കെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായിട്ട് നല്ല സൂപ്പറായിരുന്നു. കാര്യം നല്ല രീതിയിലുള്ള വ്യൂസ്, ആ ഒരു ഫോട്ടോയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള വ്യൂസ്, നല്ല രീതിയിലുള്ള ഇതൊക്കെ കിട്ടുമായിരുന്നു. ഇത് കണ്ടോ, ഒരു ഫസ്റ്റ് ഈ ഒരു എന്താ പറയുക, ഹാൻഡ് മെയ്ഡ് വാട്ടർഫോൾസ് എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ വർക്കിംഗ്, ആ ഒരു പൈപ്പ് പോകുന്നതിൻ്റെതായാലും തന്നെ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴുണ്ടല്ലോ നല്ല രസമായിരുന്നു. ആ ഒരു പിക്ചറിനൊക്കെ നല്ലൊരു സെൻസറി, നല്ലൊരു വ്യൂസ് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. കുട്ടികളും അവരുടെ രീതിയിലുള്ള നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡോണ്ട് ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിലൊന്നും കയറാനുള്ള ആർക്കും തന്നെ അതിനൊന്നും പറ്റത്തില്ല. ഇത് നല്ല രസമായിരുന്നു ഈ ഒരു വ്യൂ കാണാനായിട്ട്. ഒരു സൗണ്ട് കേട്ടോ, വെള്ളം വന്ന് വീഴുന്നതിൻ്റെയൊക്കെ സൗണ്ട്, തൊട്ട് പറയുന്നതൊക്കെ കിളികളുടെയൊക്കെ സൗണ്ട്, ആ നാച്ചുറൽ സൗണ്ട് നല്ല രസമായിരുന്നു. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും നടന്നു പോവുകയാണ്. സോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഒരു നൈറ്റ് 8 o'clock സംതിങ് എന്തൊക്കെ ആണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ ഫുള്ള് സ്പെൻഡ് ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്ന് പോകുന്നതിൻ്റെ ഒരു ഇത് നൈറ്റാണ്. ഇന്ത്യ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയതിന് ശേഷം ഉള്ളതാണ്. അത് ഞാൻ ആ പ്രീവിയസ് ബ്ലോഗിൽ ആഡഡ് ആയിരുന്നില്ല. സോ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ലേക്കിൻ്റെ അവിടെയൊക്കെ പോയി. അവിടെ ഒരു മ്യൂസിക്കൽ സംതിങ് എന്തൊക്കെയോ ഒരു ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ലേക്കിൻ്റെ അകത്തായിട്ടാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ടൊക്കെ. ഇനി ആ വീഡിയോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. സോ രാത്രിയായിരുന്നു ഇത്. ഞാൻ പറഞ്ഞ ആ ലേക്കിൻ്റെ അവിടെ എത്തി. നല്ല രസമായിരുന്നു. ആ ലൈറ്റും നല്ല സെറ്റിങ്സും ഭയങ്കര ക്രൗഡും ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം നിന്നൊരു പൊസിഷനിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഈ ഒരു റിവറിൻ്റെ അവിടെ ആയിട്ടാണ് ആ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊന്നും തന്നെ കാണാനായിട്ട് പറ്റിയിരുന്നില്ല. ഒരു ലോങ് സൈറ്റ് വ്യൂ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. അവിടെ നല്ല മ്യൂസിക്കൊക്കെ നമുക്ക് ഇവിടെ നിന്നാലും ലൈറ്റായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കേൾക്കാമായിരുന്നു. സോ ഞങ്ങൾ നടന്ന് വീണ്ടും അങ്ങോട്ട് പോയിരുന്നു. അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങോട്ടൊക്കെ ആ നടന്നു പോകുന്ന വഴിയിലുള്ള ചെറിയ കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. ആ സ്കൈ ഉണ്ടോ, ആ സ്കൈൻ്റെ കളറൊക്കെ കാണാനായിട്ട് എന്ത് രസമായിരുന്നുണ്ടോ. ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് ഓപ്പോസിറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്തപ്പോൾ തന്നെ കണ്ടോ ആ ഒരു ക്രൗഡ് ഉണ്ടോ, ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നു. അവിടെയൊക്കെ കയറി നിന്നൊക്കെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തത് തന്നെ. എനിക്ക് തോന്നുന്നു ഈ ഓഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ടും ആ ഒരു മ്യൂസിക് ട്രാക്കും കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹായ്.
ആ വാട്ടറിൻ്റെ നടുക്കായിട്ട് അവരൊരു സ്റ്റേജ് പോലെയൊക്കെ കെട്ടി നല്ല ലൈറ്റ് സെറ്റിങ്സും കാര്യവും ആ ഒരു ചുറ്റും നല്ല ഒരു ഇതായിരുന്നു. പക്ഷേ എന്താ പറയുക, നല്ല രീതിയിലുള്ള വീഡിയോസും ആ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇതാണ് നേരത്തെ കണ്ട ഹെലികോപ്റ്റർ വീണ്ടും പോവുകയാണ്. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. പരിശ്രമത്തിന് ശേഷമാണ് എനിക്കിപ്പോഴാണ് ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു ക്രൗഡ് കണ്ടു. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കയറി വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ. ഫോട്ടോസൊന്നും ഞങ്ങൾ എടുത്തില്ല ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഫോട്ടോസും മക്കൾക്ക് പോലും കാണാൻ വേണ്ടി പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല അമ്മച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സോ ഇതാണ് ആക്ച്വലി ആ വ്യൂ, ട്രിവറിൻ്റെ നടുക്കായിട്ട് ആ ഒരു സ്റ്റേജിൻ്റെ ഡെക്കറേഷൻസും അതിന് ആ ഒരു കാണുന്നൊക്കെ ഒരുപാട് ആൾക്കാരാണ്. അവർ ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഉണ്ടായിരുന്നു, പോയി കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് നടന്നു പോകാൻ അടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റ് സെറ്റിങ്സും ആ ഒരു DJ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമായിരുന്നു. ഏത് ജർമ്മൻ ലാംഗ്വേജിലായിരുന്നു സോങ് ഒക്കെ, പക്ഷെ ഒന്നും മനസ്സിലായില്ലെങ്കിലും കേൾക്കാൻ ലൈറ്റിൻ്റെ ഇതാണ് ആ ലൈറ്റ് സോ അങ്ങനെ പാട്ട് മ്യൂസിക് അതൊക്കെ കേട്ട് നമ്മൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹോട്ടലിലോട്ട് പോയത്. അതുവരെയൊക്കെ ചുമ്മാ ഇങ്ങനെ നടന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു. എല്ലാം കാണാനും കേൾക്കാനും പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതുപോലെ കണ്ട് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. പുതിയൊരു വേറിട്ടൊരു അനുഭവം പോലെ തന്നെയായിരുന്നു ഈ ഒരു ട്രാവലൊക്കെ. I hope you enjoyed this video. Thank you. Thanks for watching my video. Please like, share and subscribe my channel. Thank you.